നിങ്ങളെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാ. വീഡിയോ ഫുള്ള് കണ്ടോ, മാക്സിമം ഷെയർ ചെയ്തോ. ആണുങ്ങളെക്കാട്ടി കൂടുതൽ ഫിറ്റ്നസിന്റെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടത് നിങ്ങൾ പെണ്ണുങ്ങളാണ്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ? ആണുങ്ങളെ അപേക്ഷിച്ച് പെണ്ണുങ്ങൾക്ക് മസിൽസിന്റെ ശക്തിയും മാസും വളരെ കുറവായിരിക്കും. പ്രായം ഇപ്പം പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പ്രായം കൂടുന്നതിനനുസരിച്ച് ഒരു 35 വയസ്സിന്റെ മുകൾക്കൊക്കെ പോകുമ്പോൾ ആ ശക്തിയുടെ വേഗത ഒക്കെ ഇങ്ങനെ കുറയും മസിൽസിന്റെ. നിങ്ങൾ ഈ സാർക്കോപ്പീനിയ എന്ന് കേട്ടിട്ടുണ്ടോ? അധികം പേര് കേട്ടിട്ടുണ്ടാവില്ല. നമ്മളെ മസിൽസിന്റെ ശക്തി കുറയുന്ന അവസ്ഥയാണ്. അതിന്റെ കൂടെ ഓസ്റ്റിയോപോറോസിസ്, ഈ അസ്ഥികളുടെ ഒക്കെ ബലം കുറയുന്ന അവസ്ഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളെ കുടുംബത്തിലോ നിങ്ങളെ അയൽവാസികളോ നിങ്ങളെ വീട്ടിൽ തന്നെ ആരെങ്കിലും ജസ്റ്റ് വാഷ്റൂമിലൊന്ന് വീണിട്ടുള്ളൂ, കാലിന്റെ തൊടയിൽ പൊട്ടി, ഇടുപ്പിൽ പൊട്ടി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അത് വീച്ചന്റെ ശക്തി കൊണ്ടൊന്നല്ല. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളെ മസിൽസിന്റെ പവർ ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് ഡെയിലി ജിമ്മിന് പോയിട്ട് വർക്കൗട്ട് ചെയ്തോ, ആഴ്ചയിൽ 4 ദിവസമെങ്കിലും സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്തോ എന്നൊക്കെ. അല്ലാതെ നിങ്ങൾ ജിമ്മ് പോയിട്ട് നല്ല സ്ലിം ബ്യൂട്ടിയായി നടക്കുന്നത് കാണാനോ കുറേ ഫോട്ടോസും വീഡിയോസ് എടുത്തിട്ട് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യണത് കാണാൻ വേണ്ടിയിട്ടല്ല. ഒരു പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ കാര്യങ്ങൾ നടത്തണം എന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി നിങ്ങൾ പെണ്ണുങ്ങൾ എന്താണെന്നറിയോ, നിങ്ങൾക്ക് ഈ മെനോപോസൊക്കെ ആവുന്ന സമയത്ത് നിങ്ങളുടെ മസിൽസിന്റെ ശക്തിയൊക്കെ വളരെ പെട്ടെന്ന് കുറയാൻ തുടങ്ങും. പിന്നെ എണീറ്റ് നടക്കാൻ പറ്റാനുള്ള ബുദ്ധിമുട്ട്, മസിൽസിന് ശക്തിയില്ലാത്ത അവസ്ഥയൊക്കെ വരുമ്പോഴാണ് ഇതേപോലത്തെ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ അതിനുള്ള ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ, ഈ വർക്കൗട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഡെയിലി ലൈഫിൻ്റെ ഒരു റൗട്ടീനാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ വാർദ്ധക്യത്തിലും നല്ല രീതിയിൽ എണീറ്റ് ഒരാളുടെ സഹായം ഇല്ലാതെ എണീറ്റ് നടക്കാൻ പറ്റും. എൻ്റെ വയസ്സായി എൻ്റെ മക്കൾ നോക്കും, ഭർത്താവ് നോക്കും എന്നൊന്നും വിചാരിച്ചിട്ട് ആരും ഇരിക്കണ്ട. കാരണം ഇപ്പോഴത്തെ കാലത്തിൻ്റെ പോക്ക് അങ്ങനെയാണ്. ആരും തിരിഞ്ഞു നോക്കും എന്ന് വിചാരിക്കണ്ട. അപ്പോൾ സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഷുഗർ ഒഴിവാക്കിയിട്ടുള്ള ഫുഡ് കഴിക്കുക. മാക്സിമം ഷുഗർ ഒഴിവാക്കാൻ നോക്കുക. പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കഴിക്കുക. നല്ല വെജിറ്റബിൾസ്, സലാഡ്സ്, ഇതേപോലത്തെ ഫുഡുകൾ കഴിക്കുക. നല്ല ഡയറ്റ് ചെയ്യുക. ഡെയിലി വർക്കൗട്ട് ചെയ്യുക. സ്ട്രെങ്ത് ട്രെയിനിങ് ഒക്കെ മെയിനായിട്ട് ചെയ്യുക. നിങ്ങൾ പെണ്ണുങ്ങൾ പ്രത്യേകിച്ച്. അതാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളി. വാർദ്ധക്യത്തിലേ നിങ്ങളെ താങ്ങി നിർത്തുന്നത് മേക്കപ്പ് ആയിരിക്കില്ല, മസിൽസ് ആയിരിക്കും. ഓക്കെ? അപ്പോൾ ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ നോക്കുക. ഓൾ ദി ബെസ്റ്റ്.